The removal of managing committee of a cooperative society by registrar is called. Options നോക്കൂ. A. surcharge, B. supersection, C. suspension and D. superannuation. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സൂപ്പർ സെക്ഷൻ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ രജിസ്ട്രാർ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭരണസമിതിയെ, മാനേജിങ് കമ്മിറ്റിയെ റിമൂവ് ചെയ്യുകയാണ്. അവരെന്താണ്? പിരിച്ചുവിടുകയാണ്. എങ്കിൽ അതിനെ പറയുന്ന പേരെന്ത്? എന്താണത്? സൂപ്പർസീഡ് ചെയ്യുക എന്നാണ്. എന്താണ്? സൂപ്പർസീഡ് ചെയ്യുക. ഇത് നമ്മുടെ കേസസ് ആക്ടിലെ ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 32, സൂപ്പർ സെക്ഷൻ ഓഫ് കമ്മിറ്റി. നമുക്കറിയാം അമെൻമെൻറ്റും വന്നിട്ടുണ്ട് കേട്ടോ. സെക്ഷൻ 32 അമെൻമെൻറ്റും വന്നിട്ടുണ്ട്. ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മുടെ രജിസ്ട്രാർ മാനേജിങ് കമ്മിറ്റി റിമൂവ് ചെയ്യുന്നത്? നമ്മുടെ രജിസ്ട്രാറോ വിജിലൻസ് ഓഫീസറോ അല്ലെങ്കിൽ ഫിനാൻസിങ് ബാങ്കിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എൻക്വയറി വരികയാണ്, അല്ലെങ്കിൽ സ്ഥിരമായി അവരുടെ ഡ്യൂട്ടീസ് ചെയ്യുന്നില്ല, അതിൽ സ്ഥിരമായി അവർ വീഴ്ച വരുത്തുന്നു എങ്കിൽ, പിന്നീട് മനഃപൂർവ്വം അവ റൂളിനും ആക്ടിനുമൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്നു എങ്കിലും, പിന്നീട് ആക്ടിനും റൂളിനും ബൈലോയ്ക്കും എതിരായിട്ട് പേയ്മെൻ്റ് എന്തെങ്കിലും നടത്തുന്നെങ്കിലും, പിന്നെ മിസ്അപ്രോപ്രിയേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രോയ്സ് റെക്കോർഡുകൾ നശിപ്പിക്കുക അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? നമ്മുടെ രജിസ്ട്രാർക്ക് നിലവിലുള്ള മാനേജിങ് കമ്മിറ്റി റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ വന്ന ഒരു അമെൻമെൻറ്റ് എന്ന് പറയുന്നത്? അമെൻമെൻറ്റ് വന്നത് ഒരു പോയിൻറ്റ് ബി, ക്ലോസ് ബിക്ക് ശേഷം BA എന്ന് പറഞ്ഞൊരു ക്ലോസ് വന്നു. അപ്പോൾ അതെന്താണ്? വിൽഫുൾ ഡിസൊബീഡിയൻസ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് എക്സെട്രാ റെഫേർഡ് ടു ഇൻ സെക്ഷൻ 76 ഓഫ് ദ ആക്ട്. എന്താ പറയുന്നത്? സെക്ഷൻ 76. എന്താണ് സെക്ഷൻ 76? എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ്. ഓർഡേഴ്സ് എന്ത് ചെയ്യുന്നില്ല? നടപ്പിലാക്കുന്നില്ല, അനുസരിക്കുന്നില്ല. വിൽഫുള്ളി, മനഃപൂർവ്വം ഡിസൊബീഡിയൻസ് ചെയ്യുക. ഡിസൊബീഡിയൻസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? അനുസരിക്കുന്നില്ല. എന്ത്? എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് നടപ്പിലാക്കുന്നില്ല എങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യും? രജിസ്ട്രാർ സൂപ്പർസീഡ് ചെയ്യാനുള്ള അവകാശം രജിസ്ട്രാറിനും ഉണ്ട്. പിന്നെ വന്നൊരു അമെൻമെൻറ്റാണ് നമ്മുടെ ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന ഭരണസമിതിക്ക് തുടർച്ചയായ 2 വർഷത്തേക്ക് പിന്നെ മത്സരിക്കാൻ പറ്റില്ല, അല്ലേ? നമുക്കറിയാം 2 കോൺസിക്യൂട്ടീവ് ടേംസ് എന്നായിരുന്നു നമ്മൾ പഠിച്ചത്, മത്സരിക്കാൻ പറ്റാത്തത്. പക്ഷേ ഇപ്പോൾ 2 എന്നുള്ള സ്ഥാനത്ത് എന്താക്കി? അവർ 1 എന്നാക്കി. അപ്പോൾ ഈ 2ഉം 1ഉം ഒന്നും തിരിഞ്ഞു പോകരുത്. മുന്നേ പഠിച്ചവർക്ക് ഇത് കൺഫ്യൂസ്ഡ് ആവും, അത് വരരുത്. മുന്നേ എന്തായിരുന്നു? 2 കോൺസിക്യൂട്ടീവ് ടേംസ് ആയിരുന്നു. ഇപ്പോൾ എന്ന് പറയുന്നത് 1 ടേം എന്നാണ്. നെക്സ്റ്റ് 1 ടേം, 1 വർഷത്തേക്കേ ഉള്ളൂ. മറ്റേത് 2 തുടർച്ചയായി വരുന്ന വർഷങ്ങളിലേക്ക് മത്സരിക്കാൻ പറ്റില്ല. ഇപ്പോൾ അത് 2 എന്നുള്ളത് 1 ആക്കി.